രാവിലെ മുന്നേ മെസ്സേജ് അയച്ചു. ഞാൻ ഇന്നലെ രാത്രി മെസ്സേജ് എന്നോട് ഞാൻ 9 മണിക്ക് വന്നേ, പിന്നെ എനിക്ക് മെസ്സേജ് ഒന്നും വരയ്ക്കാൻ എന്ന മൂവിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരം ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി പേരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് നമ്മൾ എല്ലാവരും ഈ ഒരു നിമിഷം സാക്ഷ്യം വഹിക്കുന്നത്. എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MG Cinemas in association with V Friends Productions, Gulan Tattuvada, Fund Unlimited, script and direction by Munna Ishan, produced by Sri Abdullah KH. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിന്റെ ഭാഗമാകാനായി നമുക്ക് എല്ലാവർക്കും സാധിച്ചു. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം തെളിത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം നിർവഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ചെറിയൊരു കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിന്റെ ഭാഗമായി മാറാം. ആൻഡ് എത്തിച്ചേർന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഗുലാൻ തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിനോട് നമ്മൾ എല്ലാവരും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ആദ്യ തുടക്കത്തിന് സാക്ഷികളാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നതിന്. രണ്ട് തിരികളും കൂടെയുണ്ട്. ഗുലാൻ തട്ടുകട മലയാളത്തിലെ ഏറ്റവും നല്ലൊരു എന്റർടൈനർ മൂവിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നിന്നുള്ള ഈ ഒരു ചെറിയ തുടക്കം, ആ ഒരു വലിയ സിനിമയുടെ ചെറിയ തുടക്കത്തിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഭാഗമാകുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന, മലയാളികൾ എല്ലാവരെയും ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു അടിപൊളി മൂവിയായി മാറട്ടെ, ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തിയേറ്ററുകളിൽ എല്ലാവരും തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടെ ഇരിക്കട്ടെ, വന്നു പോകാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് മൂവിംഗ് ഓൺ, നമ്മളോട് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി സതീശൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഫോർവേഡ്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു പുതിയ സിനിമാ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു സിനിമ എന്നത് ഒരു ടീം വർക്കാണ്. എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ടീം വർക്കിന്റെ പ്രോഡക്റ്റാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശ്വാസമാണ്. ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും ബുദ്ധിമുട്ടേറിയമായ ജീവിതയാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ, ചിലപ്പോൾ സാന്ത്വനമാകാൻ, ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന, ചിലപ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന, ചിലപ്പോൾ ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന പ്രേക്ഷകരുമായുള്ള ഏറ്റവും വലിയ മീഡിയമാണ് സിനിമ. സിനിമ നൽകുന്ന സംഭാവനകൾ ഞാനീ പറഞ്ഞത് എല്ലാം കൂടി ചേർന്നതാണ്. ഒരുപാട് പേർ, കലാകാരന്മാർ ഒരുമിച്ച്, കലാകാരികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ടീം വർക്കാണ് അത് നല്ല ഒരു പ്രോഡക്റ്റായി മാറുന്നത്. ഗുലാന്റെ തട്ടുകട എന്ന ഈ സിനിമ തീർച്ചയായും എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവർക്കും ഒരു, നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒന്ന് ആർത്തിച്ചിരിക്കാൻ, എല്ലാം മറക്കാൻ, ചിരിപ്പിക്കാൻ,
ഒക്കെ കഴിയുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ. മലയാളികളായ നല്ല പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ മുന്ന ഇഷാനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും നിർവഹിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പുതിയ സംരംഭമാണ്. അത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു മഹാസംരംഭമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ദിവസത്തിന് ഈ ഒരു നിമിഷത്തേക്ക് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കോമഡി എന്റർടൈനർ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായി അൺലിമിറ്റഡ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ ജാഫറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു വേദിയിലേക്ക് നമുക്ക് വേണ്ടി ഇടുക്കി ഭാഷയൊക്കെ കേൾക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഇരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അവിടെ കവാടം കയറിയപ്പോൾ എനിക്ക് ഒന്നിച്ചു വരണമെന്നുണ്ടായിരുന്നു. ഞാനോട് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. സതീശൻ സാറ് നല്ല അർത്ഥവത്തായ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പറയും. നമ്മളിത് അഭിനയിക്കുന്ന മാത്രമേ അതിനകത്ത് വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു കാര്യവിവരമുള്ളവരാണ്. അപ്പം നല്ല കാര്യം പറഞ്ഞു അതിന് മുകളിൽ പറയാനൊന്നുമില്ല. എന്തായാലും ഞാനും ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. മുന്നേ ഒരു 30 വർഷം പഴക്കമാണ്. ഈ ഗുലാൻ്റെ തട്ടുകട തിരഞ്ഞെടുത്തതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നേക്കൊരു ചെറിയ തട്ടുകടയാണെന്ന് വരില്ലേ. ഇനിയിപ്പോൾ തട്ടുകട വെച്ചിട്ട് കൂട്ടിയിളക്കിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കഥ കേട്ടിട്ടില്ല. കഥ ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുനിൽ പേട്ടച്ചേട്ടൻ എൻ്റെ ഇൻറ്റിമേറ്റാണ്. എനിക്ക് ഒത്തിരി സിനിമയൊക്കെ തന്നാണ് താഴെ കൺട്രോൾ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ AR ദിനേശ് ചേട്ടൻ, മീഡിയയിലെ എല്ലാവരും, അങ്ങനെ എല്ലാ മീഡിയക്കാർക്കും എല്ലാവർക്കും ഈ പടം വിജയിക്കാനാണ് സാറ് പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക, വൻ വിജയമാക്കി തീർക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. Moving on, Sri Dracula Sudhir, please come forward. നല്ലൊരു കയ്യിലേക്ക് കൊടുക്കുന്നത് ആ ഡ്രാക്കുള എന്ന് വിളിക്കുന്നതുകൊണ്ടാണോ? ഇല്ല, സുധീരേട്ടന് വലിയ മനസ്സിനുടമയാണ് കേട്ടോ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. അപ്പൊ ഗുണ്ട എന്നുള്ള സാധനം മാറ്റണം അല്ലേ? നന്മകരമാണോ ഈ സിനിമയില്? നമസ്കാരം എല്ലാവർക്കും. വളരെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന സതീഷ് സാറിന്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു മൈക്കായിട്ട് രണ്ടു വാക്കി സംസാരിക്കുന്നത്. പിന്നെ ജാഫർ ഖാൻ സിനിമ കണ്ട് സിനിമയിലേക്ക് തുടങ്ങുമ്പോൾ ജാഫർ ഖാനൊക്കെ ഓരോ പ്രോഗ്രാമും സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ അതിനെ തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ മുന്ന അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മുന്ന എൻ്റെ മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്താണ്. അതാണ് മുന്നയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി ഗുലാൻ തട്ടുകട എന്നുള്ള സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്. സതീഷ് സാർ പറഞ്ഞ മാധ്യമ രംഗത്തെ വളരെ പ്രഗത്ഭനാണ് മുന്ന. അദ്ദേഹം സിനിമ ഈ നർമ്മപ്രധാനമുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ, അതായത് മുന്നേ സംസാരിക്കുമ്പോഴേ മുന്നോട് കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നർമ്മമുണ്ട്. അദ്ദേഹം ഏത് രീതിയിൽ ഈ സിനിമ കൈകാര്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായിരിക്കും, ഇതൊരു വൻ വിജയമായിരിക്കും, ഒരു 100% എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ആവട്ടെ, അതിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. വൻ വിജയമായിട്ട് സിനിമയിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ സുധീർ. സിനിമയുടെ ഭാഗമായി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിജയകുമാർ. ഇവിടെ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാം. ഒത്തിരി സിനിമകളിലൂടെയൊക്കെ ഫേമസ് ആയ ആളാണ്. ഒപ്പം ശ്രീനാഥ് ബാസിനെ വെച്ച് ഒരു ഏറ്റവും പുതിയ മൂവിയും കൂടെ നമുക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കുന്നുണ്ട്. സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സതീശേട്ടൻ, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു നേതാവാണ്. ജാഫർ ഖാൻ, സുധീരേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവരോടൊപ്പം ഇങ്ങനൊരു സാന്നിധ്യം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഒരു 2 വർഷം മുന്നേ പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഇതുവരെ തീരാത്ത ഒരു സിനിമയുണ്ട്, കുണ്ടറണ്ടി ഓഫീസ് എന്ന് പറഞ്ഞിട്ട്, 2 വർഷം തുടങ്ങിയിട്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ മുന്നേൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു സാഹചര്യത്തിൽ ഞാനിപ്പം മുന്നേൻ്റെ സിനിമേൻ്റെ
ഈ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സിനിമ ഇറങ്ങണേക്കാൾ മുന്നേൻ്റെ സിനിമ ഇറങ്ങി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും നല്ല കഥയും അത്രയും നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരെയും കണ്ടതിലും എല്ലാവരുടെ ഒപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെയും ഒരു ത്രില്ലിലാണ്. ജാഫറിക്കൻ്റെയും സുധീരേട്ടനും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് മാത്രമല്ല, സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കുറിപ്പാണെങ്കിലും സെക്കൻഡ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ സെല്യൂട്ടാണെങ്കിലും പാൽത്തു ജൻപറാണെങ്കിലും എനിക്ക് ചെല്ലുമ്പോൾ അറിയില്ല ഇതൊരു നല്ല ക്യാരക്ടറായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നറിയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിലിം കാണുമ്പോഴാണ് ഇതാണല്ലേ ചെയ്തത് എന്ന് മനസ്സിലായി. പക്ഷെ ഈ സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യണതിന് മുന്നേ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ല റോളാണ്. സോ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനും ഇത് ഞാൻ നന്നായിട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ സിനിമ കുണ്ടറ DAPSന് മുന്നേ തന്നെ ഗുലാൻ തട്ടുകട ഇറങ്ങട്ടെ, എല്ലാവിധ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് മുന്നേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. And moving on, I love to invite Sri Kiran Raj to the stage. Please come forward. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അതിഥി സാറിനും സംസാരം സാറിനും പിന്നെ മുന്നേക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിന് ഇടാൻ പറ്റിയ പേര് തന്നെയാണ് ഗുലാൻ തട്ടുകട. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മുന്നേ പരിചയപ്പെടുന്നത് 7 വർഷം മുമ്പ് നടൻ ബാലയുടെ ഫ്ലാറ്റിൽ വെച്ചാണ്. അങ്ങനെ അത് പരിചയപ്പെട്ടു. അപ്പം എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഭ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ സുപ്രഭാതത്തിൽ അവിടെ ബാല ഫ്ലാറ്റിൽ മുന്നേ വന്നു. അപ്പം ബാല പറഞ്ഞു മുന്നേ നമ്മൾ കുക്ക് ചെയ്യും. ഞാൻ നോക്കി പോകും. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഒരു അരമണിക്കൂർ കൊണ്ട് 8-10 ഡിഷ് പല വെറൈറ്റി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം വെറുതല്ല, അല്ല ഫുൾ ചിക്കൻ വെറൈറ്റി എല്ലാം വെയിറ്റിൽ ഒരേ സമയം 4 വെച്ച് ഒച്ച അരക്കുക. ഞാൻ ജീവിതത്തിൽ ആരും അങ്ങനെ കുക്ക് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ശരിക്കും ഞെട്ടി. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം മുന്നേക്ക് ഫസ്റ്റ് മൂവിക്ക് ഇടാൻ പറ്റിയ പേര് തന്നെയാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത്. എസ്പെഷ്യലി നമ്മുടെ VD സജീഷ് സാറിൻ്റെ കൂടെ ഉള്ളത് വളരെ സന്തോഷം. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൾ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, മുന്നേ ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ടോ? ഷെഫിന്റെ അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ദിനീഷ്. നായാട്ട് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് ശ്രീ ദിനീഷ്. എല്ലാവർക്കും നമസ്കാരം. സിനിമയിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് മുന്ന സിനിമ ചെയ്യുമ്പോഴേക്കും അതിലൊരു വേഷം തന്നു. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ അതൊരു വലിയൊരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. പിന്നെ ഇത്രയും വലിയ TV-യിലൂടെ കണ്ട ജാഫ്രിക്ക അങ്ങനെയൊക്കെയുള്ള ദൃശ്യാതിഥികളുടെ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കെടുക്കാൻ പറ്റി. അപ്പം ഈ സിനിമ ഒരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ക്യാമറ കൈകാര്യം ചെയ്യുന്ന ശ്രീ ടോൺസ് അലക്സ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടോൺസ് അലക്സ്, നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോൺസ്. ഞാനും മുന്നേ തമ്മിൽ ആദ്യത്തെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു പടം കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ 2ാമത്തെ പടമാണ്. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിരുന്നു. നല്ല എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക. താങ്ക് യു. NG Cinemas in association with VFriends Productions. VFriends Productionsന്റെ ഏറ്റവും വലിയൊരു നെടുന്തൂൺ എന്ന് പറയപ്പെടുന്ന ശ്രീ ചയനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുലാൻ തട്ടുകട ഫൺ അൺലിമിറ്റഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട VD സജീഷ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ആത്മാർത്ഥമായ സന്തോഷമുണ്ട്. അത് ആദ്യമേ തന്നെ അറിയിക്കാം. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മുന്ന. അപ്പോൾ ഞങ്ങളുടെ ഒരു ലോകം മുഴുവനുള്ള എൻ്റെ കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് VFriends. അപ്പോൾ ആ VFriends എന്ന നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെ ഒരു സജഷൻ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ്, നീ സ്വന്തമായിട്ട് ചെയ്യുന്നു.
പക്ഷെ മുന്നേ ഇങ്ങനെ അതിനുള്ള അവസരമായില്ല, സമയമായില്ല എന്ന് സ്റ്റാൻഡായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിന് തയ്യാറായി മുന്നോട്ട് വന്ന മുന്നേ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഇതിനോട് സഹകരിക്കണമെന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. ഏതായാലും ഈ ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റവും നല്ല ഒരു വിജയമായി മാറട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ദേവീശ്വരനോടും മറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എത്തിയ എല്ലാവർക്കും വളരെയധികം സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ നല്ല വിജയത്തിന് എല്ലാവരുടെയും മനസ്സ് നന്നായി ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ ചടങ്ങിൽ എന്ന് വാക്ക് സംസാരിക്കാനുള്ള വേദി തന്ന ഇതിൻ്റെ മുന്നോടും മറ്റ് സഹപ്രവർത്തകരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഓക്കെ. വി ഫ്രണ്ട്സ് പ്രൊഡക്ഷൻസ് ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുലാൻ തട്ടുകട ഫൺ അൺലിമിറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോമഡി എന്റർടൈനർ, ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവി ആയിട്ട് മാറട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഓൾസോ ഇത് ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരോടും വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഓൾസോ റിപ്പോർട്ടേഴ്സ് എല്ലാവർക്കും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിയുണ്ട്. ഫോർ ദ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് നൗ ഐ ലവ് ടു ഇൻവൈറ്റ് ശ്രീ മുന്ന. ഒരുപാട് സന്തോഷം. ഈ അവസരത്തിൽ ഒരുപാട് വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ സിനിമയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലീസിന് മുമ്പ് ഇതുപോലെ ഒരു കൂട്ടായ്മ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നത്തെ ദിവസം കൂടുതൽ പറയാം. അതിൽ ഒരു കാര്യം ഉറപ്പ് തരുന്നു, 2.25 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വാക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി. സാറിന് പോകാനുള്ള തിരക്കുകൾ കൊണ്ടാണ്. ഒരു ഫോട്ടോ സെക്ഷന് ശേഷം ബാക്കിയുള്ളതിലേക്ക് വരാം. താങ്ക് യു. സുഹൃത്താണ്. പക്ഷെ എങ്കിലും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പല തിരക്കുകളൊക്കെ ഇല്ലാത്ത തിരക്ക് മനുഷ്യന്മാർക്കും ഇല്ല. എങ്കിലും മുന്നയുടെ ആദ്യ ഉദ്യമത്തിൽ ഈ ഒരു ഫംഗ്ഷൻ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മുന്നക്ക് എല്ലാ വിജയാശംസകളും മനസ്സറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമുക്കറിയാലോ, ഇതിൽ പൂജ എന്ന് പറയുന്നത് പ്രധാന ഘടകം തന്നെയാണ്. അതിലൂടെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. എല്ലാ ദിവസവും വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം പൂജിച്ചുകൊണ്ട് മാത്രമേ ആ ഷൂട്ട് അതാത് ദിവസങ്ങൾ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആ സമയത്ത് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിട്ട് മാസങ്ങളായി. പക്ഷെ ആ പരിചയത്തിലൂടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അതിൽ മുന്നേ എനിക്കിങ്ങനെ വേഷം എഴുതി വെക്കും, അല്ലെ എന്നെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു, ഉള്ളതായും പറയാം. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വിളിയും എന്നെ വിളിക്കാൻ ചെയ്തപ്പോഴാണ് അക്ഷരത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. മുന്നേ എനിക്കൊരു വേഷം തന്നതിൽ അങ്ങനത്തെ നന്ദിയും കടപ്പാടിരിക്കും. പിന്നെ എന്താ പറയുന്നത്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ, ജനശ്രദ്ധ നേരത്തെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിനൊപ്പം വലതും വലതുവശത്തൊക്കെ നിൽക്കുന്ന താരങ്ങളാണ്. നാളേക്ക് മലയാള സിനിമ അറിയപ്പെടുന്ന താരങ്ങളാണ് നിൽക്കുന്നത്. എഡിസൺ, നാസർ, വിനോദ് എല്ലാം നാളത്തെ വരും തലമുറയിലെ നടന്മാരാണ്. അവർക്കും ഈ സിനിമയുടെ അവസരം ഉണ്ടാവട്ടെ, അവസരം കൊടുക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നമസ്കാരം, ഞാൻ മുന്ന ഇഷാൻ. ഗുലാൻ തട്ടുകട എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമാണ്. ഞാൻ സ്വതന്ത്ര സംവിധായകനാകുന്ന ആദ്യത്തെ ചിത്രമാണ്. ശശേഖർ ഉൾപ്പെടെ ഹരിദാസ് സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തുള്ളൊരു പരിചയത്തിൻ്റെ പുറത്താണ് സ്വന്തമായിട്ടൊരു സിനിമയായിട്ട് ഇറങ്ങുന്നത്. ഒരു ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള, അതായത് പൂർണ്ണമായും കോമഡി രൂപത്തിലൊരുക്കുന്ന ഒരു ചിത്രമാണത്. നമ്മുടെ പ്രമുഖ ഷെഫ് സുരേഷ് പിള്ളയാണ് ഇതിനകത്ത് ഗുലാൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുന്നത്. കൂടാതെ നമ്മുടെ സിദ്ദിഖിക്കയുടെ മകൻ ഷഹീൻ സിദ്ദിഖി, ജാഫർ ഇടുക്കി, സുധീർ കരമന, ഡ്രാക്കുള സുധീർ, അങ്ങനെ ഒരു നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ 10-14 പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചേർത്ത് ഈ മാസം 22-ാം തീയതി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. എറണാകുളത്ത് വെച്ചിട്ടാണ് തുടക്കം. പാലക്കാടും ഉണ്ട് കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഒരു വിശേഷങ്ങളൊക്കെ വഴി അറിയിക്കുന്നതാണ്.